ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 225 ദിവസം പിന്നിടുകയാണ് ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചിട്ട്. വളരെ അടിസ്ഥാനപരമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവും ഇപ്പോൾ ലഭിക്കുന്നത് പ്രതിമാസം 7000 രൂപ, അതായത് ഒരു ദിവസം 223 രൂപയാണ് പ്രതിദിന വേതനമായി ലഭിക്കുന്നത്. ഇത് 700 രൂപ മിനിമം വേതനമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ സമരം. എന്നാൽ അത് യാതൊരു തരത്തിൽ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി അത് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1 മാസം പിന്നിടുകയാണ്. ആ റിപ്പോർട്ടിന്മേലും സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഇതിന്റെ 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ 4 മാസം പിന്നിടുന്നു. ഇതുവരെയും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നാവശ്യപ്പെട്ടു. അതിന് പ്രകാരം കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. പക്ഷേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടും ആ നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് അങ്ങേയറ്റത്തെ കുറ്റകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇതൊരു സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരം നിലയ്ക്ക്, ഒരു അതിജീവന സമരം നിലയ്ക്ക് തീർച്ചയായിട്ടും അടിയന്തരമായി ഗവൺമെന്റ് നടപടി കൈക്കൊള്ളേണ്ടതുണ്ട്. നാളെ ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി കോടതിയിലുണ്ട്. അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ അനുകൂലമായ നടപടി പ്രതീക്ഷിക്കുകയാണ്. ഗവൺമെന്റ് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം. അതിനുള്ള എല്ലാ ഒരു വസ്തുതാപരമായി നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ വളരെ ഒരു പിടിവാശി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ സമിതി നിയോഗിച്ചു എന്ന് പറയുന്നു, അവർ റിപ്പോർട്ട് കൈമാറിയെന്നും പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഒരു അറിയിപ്പും പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? അതെ, ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. കമ്മിറ്റിയുടെ അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് ഇതുവരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഗവൺമെന്റ് ഇത്തരമൊരു സാഹചര്യത്തിൽ, തെരുവിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ നിർബന്ധിതമായത്. പക്ഷെ അതിനുശേഷം ആ കമ്മിറ്റിയുടെ തീരുമാനം അതെന്താണെന്ന് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നില്ല. അത് രണ്ടും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക് ഐ എന്ന സംഘടന ഹൈക്കോടതിയിൽ ഈ ആശാപ്രവർത്തകരെയൊക്കെ കക്ഷി ചേർത്തുകൊണ്ട് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് കാര്യങ്ങളാണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്? അതെ, ഇത് ഇങ്ങനെ ദീർഘനാളായി നടത്തുന്ന സമരം അടിയന്തരമായി ന്യായമായ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കണം എന്നാണ് സമിതി ആ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണ ഹൈക്കോടതി കേസ് കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാർ അഭിഭാഷകർ അവിടെ രേഖപ്പെടുത്തിയത് ഞങ്ങളൊരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് സമരം സെറ്റിൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചും സർക്കാർ ഹൈക്കോടതിയിൽ ഒളിച്ചു കളിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. ഈ ഹർജി നാളെ പരിഗണിക്കുകയാണല്ലേ? അതെ, പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? കാരണം 225 ദിവസം സമരം മുന്നോട്ട് ശക്തമായി പോകും. കാരണം ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ വളരെ ന്യായമാണ്. അത് നേടിയെടുക്കാതെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നൊരു സാഹചര്യത്തിൽ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.